ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചായക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ് ക്യാപ്സിക്കം റിംഗ് ഫ്രൈ. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പം മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് ആണെങ്കിലും മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്താൽ മതി. 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം, പക്ഷേ ഇതാകുമ്പോൾ എരിവുണ്ടാവില്ല, നല്ലൊരു കളറും കിട്ടും. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഒറിഗാനോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇത് നിർബന്ധമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊരു ബാറ്റർ ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യമേ വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഫുൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ആക്കി എടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ റെഡിയാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഇരിക്കാനായിട്ട്. അതായത് ഈ ബാറ്റർ നല്ല കോട്ടായിട്ടിരിക്കണം ക്യാപ്സിക്കത്തിൽ, ആ ഒരു രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. നല്ല കട്ടിക്കിരിക്കണം. കണ്ടോ, എനിക്കിപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വന്നു. അതായത് എനിക്കിപ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഈ ഒരു ബാറ്റർ ആക്കി എടുക്കാനായിട്ട് ആവശ്യം വന്നത്. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ ഒന്ന് റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരുപാട് കട്ടിക്ക് ഇത് കട്ട് ചെയ്തെടുക്കരുത്, ഒരു 1/4 ഇഞ്ച് കനത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം കണ്ടു, ഈ കളയേണ്ട ഈ സംഭവം അങ്ങ് കളഞ്ഞേക്കണം. അതിൻ്റെ ആ സീഡും ഒക്കെ അങ്ങ് കളയണം. ഇത് ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയല്ല, ഉള്ളിൽ നിന്ന് ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കട്ടി കൂടി കഴിഞ്ഞാൽ അകത്തുനിന്ന് ഒരു ഓവർ കുക്ക് ആയി പോയ പോലത്തെ ഒരു ഫീലായിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1/4 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഈ ക്യാപ്സിക്കം ഈ ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം. ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഫ്ലെയിം മീഡിയം ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെയിം മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച് കൊടുക്കാം. ഈ ഒരു കളർ ആവുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് മനസ്സിലാകും കേട്ടോ, തട്ടി നോക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും. നല്ല അത് ക്രിസ്പായി നമുക്കത് മനസ്സിലാകും. ആ ഒരു സമയത്ത് ഇതിങ്ങനെ അങ്ങ് കോരി എടുത്താൽ മതി എണ്ണയിൽ നിന്ന്. കണ്ടോ, എക്സസ് ആയിട്ടുള്ള എണ്ണ അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ എണ്ണയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു ടിഷ്യൂവിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഡയറക്റ്റ് ടിഷ്യൂവിലേക്ക് ഇടുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ ഇത് സൗണ്ട് കേൾക്കാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, നല്ല കരിമുരാന്നാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ എല്ലാ ക്യാപ്സിക്കം തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഒരുപാട് നേരം ഇത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ തണുത്ത് കഴിഞ്ഞാലും വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.